നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടത് വിശേഷപ്പെട്ടതായി എന്തുണ്ടതിൽ എന്ന് അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ വിരിയുന്നത് ഒരു ഉത്തരമല്ല, ഒരു പിടി നിഗമനങ്ങളാണ്. BJP സർക്കാർ രാജ്യം ഭരിക്കുന്ന കാലത്ത് ക്രൈസ്തവർക്കും പള്ളികൾക്കും നേരെ ആക്രമണം നടക്കുന്നതിൻ്റെ കണക്കുകൾ ഉണ്ടാക്കുന്ന തലവേദന മായ്ക്കാനാണ് പോപ്പിനെ മോദി സന്ദർശിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. ഗോവ ഉൾപ്പെടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് മോദിയുടെ ഈ നാടകീയ നീക്കങ്ങൾ എന്നാണ് മറ്റൊരു നിരീക്ഷണം. മാർപ്പാപ്പയെ സന്ദർശിച്ച് മെഴുകുതിരി തട്ടുകൊടുത്ത് വെങ്കല ഫലകം തിരികെ വാങ്ങി പടമെടുത്ത് പാട്ടാക്കി പതിവ് ചർച്ച ഒരുക്കുമ്പോൾ മോദിയും BJPയും ലക്ഷ്യമിടുന്നത് എന്താണ്? ഈ നടപടികൾ സംഘപരിവാറിൻ്റെ പ്രതിച്ഛായ മാറ്റുമോ? മാർപ്പാപ്പയെ കണ്ടത് മാർഗം തെളിയാനോ? ഇന്ന് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായുള്ളത് CPIM നേതാവ് ലോക്സഭാംഗം AM ആരിഫ്, കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്, BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ. ചർച്ച ആരംഭിക്കുകയാണ്. ഏറ്റവും ആദ്യം ശ്രീ AM ആരിഫിലേക്ക് തന്നെയാണ് വരുന്നത്. ശ്രീ AM ആരിഫ്, നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാക്കുന്ന തിരക്കിലാണിപ്പോൾ BJP. ഇക്കാര്യത്തിൽ പല നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. മാർപ്പാപ്പയെ കണ്ടത് ഒരു വലിയ വാർത്തയായി എങ്ങനെ വായിക്കണം എന്നാണ് താങ്കൾ കാണുന്നത്? ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ മാർപ്പാപ്പയെ റോമിൽ അദ്ദേഹം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചതിനെയും അദ്ദേഹവുമായി ദീർഘനേരം നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചർച്ച നടത്തുകയും ആശയവിനിമയം നടത്തിയതിനെയും ഒക്കെ നമ്മൾ സ്വാഭാവികമായും സ്വാഗതം ചെയ്യേണ്ടതാണ്. കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, വിശേഷിച്ചും പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ രാജ്യങ്ങളിലെ പ്രധാന വ്യക്തികൾ, ഭരണത്തലവന്മാർ ഇവരെയൊക്കെ കാണുന്നത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കുറച്ച് നാൾ മുമ്പ് ദുബായിൽ പോയിരുന്നു. അവിടുത്തെ ദുബായ് ഷേഖിനെയും ഭരണാധികാരികളെയും എല്ലാം കണ്ടു. അവിടെ ദുബായിൽ ഹൈന്ദവ മതവിശ്വാസികൾക്ക് ആരാധിക്കാനുള്ള ക്ഷേത്രം നിർമ്മിച്ചു തരണം എന്ന് പറയുകയും ചെയ്തു. അവരതിനുള്ള സൗകര്യങ്ങളോടെ ഒരുക്കി ക്ഷേത്രവും നിർമ്മിച്ചു കൊടുത്തു. പക്ഷേ ദുബായ് ഭരണാധികാരികൾ സ്വാഭാവികമായും മുസ്ലിം മതവിശ്വാസികളാണ്. മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ആശയാടിത്തറയാണ് അവരെ കൂടുതൽ ഭരിക്കുന്നത് എന്നതുകൊണ്ട് അവരെ ആശയവിനിമയം പുലർത്തിയതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിസ്സംഗതയിൽ, അദ്ദേഹത്തിൻ്റെ മൗനാനുവാദത്തോടെ സംഘപരിവാർ ശക്തികൾ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലയിലേക്ക് മതന്യൂനപക്ഷങ്ങളെ, വിശേഷിച്ചും മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിലോ അവർക്കെതിരായ നിയമങ്ങൾ നിർമ്മിക്കുന്നതിലോ ഒരു കുറവും വരുത്തിയില്ല. ഒരു ഭാഗത്തു കൂടി അവരെല്ലാം പോയി കാണുക, അവരുടെ കൈപിടിക്കുക, അവർക്ക് ക്ഷയിക്കാൻ കൊടുക്കുക, അവരുമായി വലിയ സൗഹൃദം സ്ഥാപിക്കുക എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ഞങ്ങളെല്ലാം മതനിരപേക്ഷതയും അതുപോലെ മതസൗഹാർദ്ദത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടി നടത്തുന്ന ചില ജിമ്മിക്കുകൾ മാത്രമാണിതെല്ലാം. ഇപ്പോൾ മാർപ്പാപ്പയുമായി കണ്ടാൽ, സംസാരിച്ചാൽ, സംവേദിച്ചാൽ, അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ക്ഷണിച്ചാൽ, ഇതെല്ലാം കൊണ്ട് ക്രൈസ്തവ മതവിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ തെല്ലുപോലും സംഘപരിവാർ ശക്തികൾ കുറയ്ക്കാൻ പോകുന്നില്ല. ഇപ്പം തൽക്കാലം നേരത്തെ ഇവിടെ ഹെഡ്ലൈനിൽ പറഞ്ഞതുപോലെ ഗോവ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും ചില മുസ്ലിം ക്രൈസ്തവ വിശ്വാസികൾ തമ്മിലല്ല, വിശ്വാസികളുടെ മതമേലധ്യക്ഷന്മാർ തമ്മിലോ ഒക്കെയുള്ള തർക്കങ്ങളോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ, പരസ്പരം തമ്മിലടിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സൃഷ്ടിക്കാനോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കപ്പുറം
നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ RSSൻ്റെ പ്രവർത്തകനാണ്, RSSൻ്റെ നേതാവാണ്, ഗണവേഷധാരിയാണ്, ഹൈന്ദവ ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനായി നിലപാടെടുക്കേണ്ട RSS പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്ത ആശയ അടിത്തറയുണ്ട്. ആ ആശയ അടിത്തറയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരാൾ തീർച്ചയായും മാർപ്പാപ്പയെ കണ്ടതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമോ അദ്ദേഹത്തിൻ്റെ ആശയ സംഹിതകൾക്കോ ഒന്നും മാറ്റവും വരാൻ പോകുന്നില്ല. താൽക്കാലികമായി ഇതിനെ ഉപയോഗിക്കപ്പെടാൻ പോകുന്നു എന്നതിനപ്പുറമായി വേറൊന്നും കാണണ്ട. ഇപ്പോൾ ഗോവ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഗോവ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തന്നെയും മറ്റേതെങ്കിലുമുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി അദ്ദേഹത്തെ ഇത് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറമായി അവരുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും അവരൊരിക്കലും പിന്നോട്ട് പോകാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് ക്രൈസ്തവ മതവിശ്വാസികൾക്കെല്ലാം നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ആരിഫ്, അക്കാര്യത്തിലൊരു വ്യക്തത BJPയുടെ വക്താവ് കൂടി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൽ നിന്ന് കൂടി ഒന്ന് ലഭിക്കേണ്ടതുണ്ട്. അത് ചർച്ചയെ കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇത് പല പ്രധാനമന്ത്രിമാരും മാർപ്പാപ്പയെ സന്ദർശിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, മുൻപുള്ള മാർപ്പാപ്പമാരെ സന്ദർശിച്ചിട്ടുണ്ട്. ഇത് 5ാമത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. BJPയുടെ തന്നെ നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. നെഹ്റു, ഇന്ദിരാഗാന്ധി, ഗുജറാൾ, ഇവരൊക്കെ മാർപ്പാപ്പമാരെ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രത്യേകിച്ച് ഈ രീതിയിൽ ഈ AM ആരിഫിനെ പോലെയുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതിന്, നാടകീയം എന്ന വാക്കുപയോഗിക്കുന്നതിന് ഒക്കെ ഇടയാക്കുന്നത് എന്തുകൊണ്ടാണ്? സംഘപരിവാറിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന നടപടികളിലൊക്കെ ഒരു മാറ്റം വരാൻ ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ടോ BJP? ബഹുമാനപ്പെട്ട ലാലെ, ആരിഫ് MP പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അദ്ദേഹം തിരിച്ചു പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത്ഭുതപ്പെടേണ്ടിയിരുന്നു. കാരണം കേരളത്തിൽ EK നായനാർക്കും പിണറായി വിജയനും ഒക്കെ നമ്മുടെ മാർപ്പാപ്പയെ കാണുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹം കാണുന്നില്ല. എന്താണിത് അദ്ദേഹത്തെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്നത്? കേരളം പോലുള്ള പ്രദേശങ്ങളിൽ അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വിരുദ്ധ വികാരം അത് യഥാർത്ഥത്തിൽ ഇവിടെ പൊളിയുകയാണ്. അദ്ദേഹം ആശങ്കപ്പെടുന്നത് എന്തിനാണ്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസ സമൂഹത്തിന്റെ പ്രതീതിയെ കാണുന്നത്. തലവന്മാർ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്? ലോകത്തിലെ കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ പ്രതിസന്ധിക്ക് തരണം ചെയ്ത രീതി, അതിനുശേഷമുണ്ടായ ആഗോള തപനം ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആരിഫിനെ ഓർമ്മിപ്പിക്കുന്നത്, നികൃഷ്ടജീവി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഇതുവരെ ഒരു മത നേതാവിനെയും അധിക്ഷേപിച്ചിട്ടില്ല സർ. ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ് തന്റെ കൂടെ നിന്ന ആളുകളെ പോലും ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല സർ. നിങ്ങൾ ഇവിടെ BJPക്കെതിരെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നിരുന്ന വർഗീയ വിരുദ്ധത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത എന്നുള്ള വലിയ മേലങ്കി പൊളിഞ്ഞ് പോവുകയാണ്. രണ്ട് രാഷ്ട്രത്തലവന്മാർ. ജയചന്ദ്രൻ മാസ്റ്റർ, അത് തന്നെയാണ് ചർച്ചാ വിഷയം. അത് തന്നെയാണ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് ചർച്ചാ വിഷയം. അതായത് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നാണ് എന്ന് ഇപ്പോൾ ഈ ക്രൈസ്തവരുടെ കാര്യത്തിൽ അവർക്ക് തന്നെ ആശങ്കയുള്ളത് അറിയിച്ചിട്ടുണ്ട്, പല തവണ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ പള്ളികളുടെ കണക്കെടുക്കുന്നു ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ, കർണാടകം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള സർവേകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ വാർത്തകളുണ്ട്. ഈ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള പലതരത്തിലുള്ള അറ്റാക്കുകളെക്കുറിച്ച് ഈ കാലഘട്ടത്തിലെ കണക്കുകൾ തന്നെ ലേഖനങ്ങളായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഇന്ത്യയിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, നരേന്ദ്രമോദി അവിടെ പോയി മാർപ്പാപ്പയെ കണ്ടതിനെ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ കണ്ടില്ലേ, ഇവിടെ ആരിഫിൻ്റെ പാർട്ടി ഇങ്ങനെയാണ്, മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണ്, നരേന്ദ്രമോദി ഇവരെല്ലാം വലിയ സൗഹാർദ്ദത്തോടുകൂടി കാണുന്നതാണ്, BJPയുടെ അവരോടുള്ള നയം ഇങ്ങനെയാണ് എന്നൊക്കെ പറയാനാണ് എന്നാണ്. അതുകൊണ്ട് നടക്കുമോ? നിങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് മാറ്റം വരുമോ എന്നാണ് ചോദ്യം. അല്ലല്ല, ഈ സർവേ നടത്തലും കണക്കെടുക്കുമൊക്കെ ഇത്ര വലിയ പാതകമാണോ? അത് ഇന്ത്യ രാജ്യത്തും ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങളല്ലേ. അതിൽ ഇത്ര ആശങ്കപ്പെടാൻ എന്താണ്?
മാത്രമല്ല ലാലിനും ആരിഫിനും മനസ്സിലാകുന്ന ഭാഷയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലെ നിങ്ങളുടെ കൂടെ 20 വർഷക്കാലം പുറത്ത് കൂടെ കിടക്കുന്നവന് കൃത്യമായി രാപ്പനി ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവസരം കിട്ടുമ്പോൾ എത്ര സമർത്ഥമായിട്ടാണ് CPM വർഗീയ കാർഡ് ഇറക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞത്. എന്തുകൊണ്ടോ കൈരൾ ഉൾപ്പെടെ ചാനലുകൾ തമസ്കരിച്ചത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. വളരെ കൃത്യമായി 20 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ചൂടും ചൂരുമറിഞ്ഞ് കൂടെ കറഞ്ഞ് ചെലിയാൻ ഫിലിപ്പ് ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ലാലെ, എത്ര സമർത്ഥമായിട്ടാണ് കേരളത്തിലെ വർഗീയ കാർഡ് CPM കളിക്കുന്നത്. ശരി, ഇവിടുത്തെ മതങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് എത്ര സമർത്ഥമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പല കണക്കുകളും അതൊക്കെ വ്യാജ വാർത്തകളാണ് എന്ന് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം പോലും തള്ളിക്കളഞ്ഞതല്ലേ. അത് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് ഇനി എത്ര കാലം നമുക്ക് കേരളത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ശരി. ഇവിടെ യഥാർത്ഥത്തിൽ പൊളിഞ്ഞു വീഴുന്നത് ഇന്നലെ ഒന്നുകൂടെ നമ്മൾ കേൾക്കണം. അതിനുശേഷം മാർപ്പാപ്പയുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അവരുടെ ആശംസ കാർഡ് പുറത്തു വന്നിരിക്കുന്നു. ദീപാവലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സഹകരണത്തിന്റെ നാന്ദി ഊന്നി പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ CPM-നെയും ഇടതുചാനലിനെയും ആരിഫിനെയും ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ. ശരി, അക്കാര്യത്തിൽ ഒരു മറുപടി ശ്രീ ആരിഫിൽ നിന്ന് ആവശ്യമുണ്ട്. എന്തായാലും ശ്രീ ചെറിയാൻ ഫിലിപ്പിന് കഴിഞ്ഞ 20 കൊല്ലവും കൈരളിയിലൂടെ പറയാനുള്ളതൊക്കെ പറയാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞതൊന്നും ശ്രീ ജയേന്ദ്ര മാസ്റ്റർ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് ഇന്നിപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശ്രീ ആരിഫ്, ഇപ്പോൾ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളോടുള്ള മറുപടി, അതിനുശേഷം ഞാൻ ദീപ്തി മേരിയിലേക്ക് വരാം. അല്ല, ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, പിന്നെ ഞാൻ ആദ്യം അദ്ദേഹം മാർപ്പാപ്പയെ കണ്ടതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. ആ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ വലിയ നല്ല നിലയിലാണ് അതെന്ന് കാണുന്നത്. പക്ഷേ ആ കണ്ടതുകൊണ്ട് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് ഉത്തരം പറഞ്ഞില്ല. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധനായ, സമീപകാലം വരെ ഗണവേഷധാരിയായി നിന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? ഈ ചോദ്യമാണ് ഞാൻ പ്രസക്തമായി ചോദിച്ചത്. അങ്ങ് അതിനുത്തരം പറഞ്ഞില്ല. മറിച്ച് അങ്ങ് പറയുന്നതിന് പകരം നികഷ്ടജീവിയും ചെറിയാൻ ഫിലിപ്പും മറ്റേതുമൊക്കെ പറഞ്ഞ് കേരളത്തിലെ CPM-നെ കുറ്റപ്പെടുത്താൻ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ആണ് അങ്ങ് ഉത്തരം പറയേണ്ടത്. ഇവിടെ ദുബായ് ഭരണാധികാരിയെ കണ്ടേച്ച് വന്നിട്ട് തിരിച്ചിവിടെ വന്ന് കേരളത്തിൽ വന്ന് ഇന്ത്യയിലുടനീളം മുസ്ലിം സമുദായങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള നിയമനിർമ്മാണങ്ങൾ കൂടുതൽ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ചെറിയാൻ ഫിലിപ്പിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ചെറിയാൻ ഫിലിപ്പിൻ്റെ എല്ലാ വാദങ്ങളും എനിക്ക് രാജ്യസഭാ സീറ്റ് മോഹമുണ്ടായിരുന്നു, തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല, എന്നെ പറ്റിച്ചു, അതിൽ നിന്നുണ്ടായ വിഷമമാണ് എന്ന് ആ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മോക്ഷം നേടാനല്ല. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനകൾ ഞാൻ ഇന്നലെയും ഇന്നുമായി ചാനലുകളിലും പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച് കേട്ടത് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിനല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ വ്യക്തമായ നിലയിൽ ഇവിടെ എൻ്റെ കൈവശമുള്ള ക്രൈസ്തവർക്ക് നേരെ നടന്ന കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ ആക്രമണങ്ങളുടെ ഒരു കണക്ക്. ഇത് കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഉണ്ടാക്കിയ കണക്കൊന്നുമല്ല. ഇത് ഈ മാധ്യമങ്ങളിലെല്ലാം വരികയും വളരെ ഒതൻറ്റിക്കായി തന്നെ വന്നിട്ടുള്ള കണക്കുകൾ വെച്ച് നോക്കിക്കേ, ഇന്ത്യാസ് അലയൻസ് ഡിഫൻസ് ഫ്രീഡം എന്ന സംഘടനയുടെ കണക്കനുസരിച്ച്, വേറെ സംഘടനകളുണ്ട്, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ആ സെർച്ചില്ല, രാജ്യവ്യാപകമായി 225 ക്രിസ്ത്യൻ പള്ളികളാണ് തകർക്കപ്പെട്ടത്. തൊട്ട് മുമ്പത്തെ വർഷം അങ്ങയിലേക്ക് വരാം, നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇമേജിനെ കുറിച്ച് ശ്രീ AM ആരിഫ്, ആ ഇമേജ് മാറ്റിയെടുക്കാൻ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടതുവഴി സാധിക്കുമോ എന്നതിനെക്കുറിച്ച് അങ്ങ് വിശദീകരിക്കുകയായിരുന്നു. ചില കണക്കുകളാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞു വന്നത്, അത് തുടരാം. യെസ്, ഞാൻ കണക്കനുസരിച്ച് 2020 രാജ്യവ്യാപകമായി 225 ക്രിസ്ത്യൻ പള്ളികളാണ് തകർക്കപ്പെട്ടത്. തൊട്ട് മുന്നത്തെ വർഷം അത് 218 പള്ളികളായിരുന്നു. 2020 സെപ്റ്റംബറിൽ ഛത്തീസ്ഗഡിലെ 3 ഗ്രാമങ്ങളിലെ ക്രിസ്ത്യാനികളെ ആക്രമിച്ച 4000-ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകരാണ്. 2014 BJP അധികാരത്തിലെത്തിയ ശേഷമുള്ള ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ലിസ്റ്റാണ് പറഞ്ഞത്.
സമീപനാളിലാണ് സ്റ്റാൻ സ്വാമി. അദ്ദേഹം പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നോക്ക മേഖലകളിൽ പ്രത്യേകിച്ചും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു നല്ല സാമൂഹ്യ ഇടപെടൽ നടത്തിയ ഒരു പുരോഹിതനാണ് അദ്ദേഹം. ആ പുരോഹിതനാണ് 84-ാം വയസ്സിൽ അദ്ദേഹത്തിന് മരുന്ന് പോലും കൊടുക്കാൻ കഴിയാതെ, മരുന്ന് പോലും കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് മരുന്ന് പോലും കൊടുക്കാതെ ജയിലിലെ ഭരണകൂടത്തിൻ്റെ പീഡനത്തിന് ഇരയായി മരിച്ചത്. ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകരാണ് അലക്സാണ്ടർ ഗ്രഹാം സ്റ്റെയിനെയും 5 മക്കളെയും ചുട്ടുകരിച്ച് കൊന്നത്. അപ്പോൾ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിലൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. അത് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അടിസ്ഥാനപരമായി വിചാരധാര എന്ന ബഞ്ച് ഓഫ് തോട്ട്സ് ഗുരുജി ഗോൾവർഗ് എഴുതിയ പുസ്തകം അത് അടിസ്ഥാന പ്രമാണമാണ്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, CPIM-ൻ്റെ പരിപാടി, അതുപോലെ ഓരോ RSS-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥമാണ്, അതിനെ നയിക്കുന്ന പുസ്തകമാണ്. എല്ലാ RSS ശാഖകളിലും പഠിപ്പിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ പട്ടികയുണ്ട്. 18, 19, 20 അധ്യായങ്ങളുണ്ട്. ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ. അതിൽ 1-ാം ശത്രു മുസ്ലിങ്ങൾ, 2-ാം ശത്രുക്കൾ ക്രൈസ്തവർ, 3-ാം ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകൾ. ഈ 3 ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്ത് നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കി ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഓരോ RSSകാരൻ്റെയും ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ഒരു അടിയുറച്ച സ്വയം സേവകനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മാറാനാവില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ താൽക്കാലമായി എന്തെങ്കിലും ഒരു ഇളവോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണറോ ക്രൈസ്തവ സമൂഹത്തോട് കാണിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ അടിസ്ഥാന പ്രമാണമായി ഇതിൽ നിന്ന് മാറ്റം വരുത്തുന്നില്ല. ഒന്നാമത്തേനെ ഒതുക്കി 2-ാമത്തേലേക്ക് എത്തുമ്പോൾ പിന്നെ 2-ാമത്തേനെ ഒതുക്കി 3-ാമത്തേലേക്ക് ഒതുക്കി അങ്ങനെ പോകുക, ഇല്ലായ്മ ചെയ്ത് അവസാന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിതമായ നയങ്ങൾ ഓരോന്നായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൗരത്വ ഭേദഗതി നിയമമായാലും കാശ്മീർ പുനഃസംഘടനയായാലും ഇനി പ്രഖ്യാപിച്ചിട്ടുള്ള ഏകീകൃത സിവിൽ കോഡായാലും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഓരോന്നിലും ചെയ്തു വരുന്ന കാര്യങ്ങൾ അതാണ്. UAPA നിയമ ഭേദഗതിയായാലും അതുപോലെ തന്നെ NIA ഭേദഗതി നിയമങ്ങളായാലും അതുപോലെ മുത്തലാഖ് നിയമത്തിൽ മുസ്ലിങ്ങളുടെ മാത്രം വിവാഹമോചനം ക്രിമിനൽ നടപടിക്ക് വിധേയമാക്കുന്നു, ബാക്കിയുള്ളവരുടെ എല്ലാം പിന്നെ സിവിൽ നിയമത്തിന് വിധേയമാക്കുന്നു. ഇങ്ങനെയുള്ള നടപടികളെല്ലാം ഇതിലേക്കുള്ള ചുവടുവെപ്പാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, അടിസ്ഥാനപരമായി ശ്രീ ആരിഫ്, ഞാൻ തിരിച്ചു വരാം. ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് മാറ്റണമെന്ന ആവശ്യകത ഇന്നല്ലെങ്കിൽ നാളെ വേണ്ടി വരും. ഇങ്ങനെ ഓരോന്നോരോന്നായി എന്താണോ വിചാരധാര വിഭാവനം ചെയ്യുന്ന ഹൈന്ദവ രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനത്തിനായി ചെയ്യേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ, ഇത് ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു അടിയുറച്ച സ്വയം സേവകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ സ്വയം സേവക എന്നുള്ള കടമ ഭരണാധികാരി ആയതുകൊണ്ട് അത് ഉത്തരവാദിത്വം കൂടുതലാണ്. അത് നിറവേറ്റാൻ അദ്ദേഹം പരിശ്രമിച്ചു. ശ്രീ എം ആരിഫ്, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ നടന്ന മാർപ്പാപ്പയെ നരേന്ദ്രമോദി കണ്ടു എന്ന ഒരൊറ്റ കാര്യത്തെ BJP ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്, അവർ അതിനെ പുറത്തേക്കൊരു ഭാഷ്യം കൊണ്ടുവരുന്നത് കണ്ടില്ലേ? ന്യൂനപക്ഷങ്ങളോടൊപ്പമാണ് നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ സർക്കാർ, BJP സർക്കാർ. ക്രൈസ്തവരോട് എങ്ങനെയാണ് സമീപനം എന്നത് കണ്ടില്ലേ എന്ന് പറയാനാണ്. അത് വ്യക്തമാക്കാൻ ഈ നടപടി കൊണ്ട് ആകുമോ? ഈ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10-70 വർഷക്കാലമായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിരവധി പ്രധാനമന്ത്രിമാർ, ഇവരെല്ലാവരും മാർപ്പാപ്പയെ സന്ദർശിച്ചിട്ടുള്ളവരാണ്. ഒരാളെ പോലും മാറ്റി നിർത്താനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോപ്പിനെ സന്ദർശിച്ചു എന്നുള്ളത് വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ഒരു കാര്യം അദ്ദേഹം ആവർത്തിച്ചു എന്നതിൽ കവിഞ്ഞ് വേറെ പ്രാധാന്യമൊന്നും ആ വാർത്തയെ സംബന്ധിച്ചില്ല. ഇവിടെ നമ്മൾ ഇതെന്തിന് ചർച്ച ചെയ്തു എന്ന് എന്തിനാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം, എന്തിനാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. രാജ്യവ്യാപകമായി ക്രിസ്ത്യാനികൾക്ക് നേരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം നിരന്തരമായി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി ചർച്ചകൾ,
നിരവധി ക്രിസ്ത്യാനികളെ അകാരണമായി ദ്രോഹിക്കുന്നത്. ഇവിടെ MP നേരത്തെ സൂചിപ്പിച്ചത് ആ മോബ് അറ്റാക്കിനെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 200-300 ആളുകൾ ഒരു ചർച്ചിലേക്ക് ഇരച്ചു കയറി വന്ന് സംഘപരിവാർ ശക്തികളെന്ന് അവകാശപ്പെട്ട്, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ അവർ വന്ന് ക്രിസ്ത്യാനികളെയും ആ വിശ്വാസത്തിലിരിക്കുന്നവരെയും അവരുടെ അവിടെയുള്ള പുരോഹിതന്മാരെയും ഒക്കെ അതിക്രൂരമായി ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മേലധ്യക്ഷനായിരിക്കുന്ന പോപ്പിനെ പോയി കാണുവാൻ പ്രധാനമന്ത്രി തയ്യാറായത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ. രാജ്യത്ത് അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യമില്ല. ഭയപ്പാടോടെയാണ് പല സംസ്ഥാനങ്ങളും, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ജാതി പറഞ്ഞ് സംസാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇത്തരത്തിലൊരു ഭരണകൂടം ഉണ്ടായതുകൊണ്ടാണല്ലോ. ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ജാതിയും മതവും പറഞ്ഞൊരു ചർച്ച തന്നെ നടത്തേണ്ടി വന്നത്. എത്രയോ വർഷക്കാലം, 70 വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചു. ഇന്നേ വരെ ക്രിസ്ത്യാനികൾക്ക് ഒരു ഭീഷണി നേരിട്ടതായിട്ട് അത്തരത്തിലുള്ള വ്യാപകമായ അക്രമം ഉണ്ടായതായിട്ട് റിപ്പോർട്ടില്ല. മറ്റ് ന്യൂനപക്ഷം മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, ദളിതർക്ക് ഒന്നും അത്തരത്തിൽ അക്രമം നേരിടേണ്ടി വന്നിട്ടില്ല. അന്ന് ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒരുപോലെ കാണുന്ന ഇന്ത്യയുടെ മതേതരത്വം, അതായിരുന്നു നമ്മുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. ആ അടിസ്ഥാന വിശ്വാസവുമായി മുമ്പോട്ട് പോയതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരും ഈ രാജ്യത്ത് വർഗീയതയില്ലാതെ ഭരിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അവിടെ സ്വതന്ത്ര ഭാരതം കണ്ട് ഏറ്റവും വലിയ വർഗീയ ലഹള ഉണ്ടാകുന്നത്. BJP ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഹിന്ദു മുസ്ലിം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാകുന്നത്, ദളിതർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, പൈതൃകത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, വിശ്വാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണവുമായി മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അത്തരത്തിലുള്ളതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പയെ കാണാൻ പോയി എന്നുള്ളത് ചർച്ചാ വിഷയം തന്നെ ആയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാക്കേണ്ട കാര്യമില്ല, മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ. ഞാൻ തിരിച്ചു വരാം. ദീപ്തി മേരി വർഗീസ്, TP ജയചന്ദ്രൻ മാസ്റ്റർ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം രണ്ടുപേരും ഉന്നയിക്കുന്നത്. ശ്രീ ആരിഫും ദീപ്തി മേരിയും ചോദിക്കുന്നത് അതാണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ക്രൈസ്തവർക്ക് എണ്ണിപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അത് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടവർ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ സന്ദർശനം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ആ മാർപ്പാപ്പയെ പോലും ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ടവർ. അത് നരേന്ദ്രമോദിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വാർത്തകളുണ്ട്. അങ്ങ് ഇവിടെ നേരത്തെ കേട്ടതുപോലെ തന്നെ മറ്റ് പലരും മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്, മറ്റ് പ്രധാനമന്ത്രിമാർ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ ശ്രീ പിണറായിയും ശ്രീ EK നായനാറും ഒക്കെ മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ പ്രത്യേകിച്ചൊരു തരത്തിൽ വാർത്തയാക്കി കൊണ്ടുപോകാൻ ആർക്കാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ BJPക്കുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്. അത് ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഈ വിഭാഗങ്ങളോടുള്ള ഹരാസ്മെൻ്റാണ്, അസോൾട്ടാണ് എന്നത് നിങ്ങൾക്കിപ്പോൾ മറച്ചു പിടിക്കാനാകുമോ? ഇല്ല അല്ലേ, കേവലം 6 മണിക്കൂർ മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ദീപ്തി മേരി വർഗീസിനും എൻ്റെ സുഹൃത്ത് ആരിഫിനും മനസ്സിലാവാത്തത് വളരെ കൃത്യമായി കേരളത്തിലെ ബിഷപ്പ് തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ വിഷയത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ദീപ്തി മേരി വർഗീസിനോട് എനിക്ക് വിനയപൂർവ്വം ചോദിക്കാറുണ്ട്, താങ്കൾ ഇപ്പോൾ വലിയ ക്രിസ്ത്യൻ ഭയമൊക്കെ പറഞ്ഞല്ലോ, കേരളത്തിലെ പാലാ ബിഷപ്പിനെ കയ്യും കാലും വെട്ടാൻ വർഗീയവാദികൾ അഴിഞ്ഞാടിയപ്പോൾ താങ്കളുടെ ഈ വലിയ ക്രിസ്ത്യൻ സ്നേഹം എവിടെ പോയിരുന്നു? ഹിന്ദു മുസ്ലിം പ്രേമം പറയുന്ന താങ്കൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് അനുവർത്തിച്ച നയങ്ങളും സിഖ് സമുദായത്തോട് നിങ്ങൾ ഇന്ദിരാവധവുമായി ബന്ധപ്പെട്ട് കാണിച്ചതുമൊക്കെ മറന്നുപോവുകയാണോ ഇവിടെ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകം, കേരളത്തിലെ ഇന്ത്യയിലടക്കമുള്ള ക്രിസ്ത്യൻ സമൂഹം ഈ തുറന്ന ചർച്ചയെ, ഈ സഹകരണത്തെ
ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. ശ്രീ ടി പി നിങ്ങൾ ജയചന്ദ്രൻ ഇക്കാലം മാസ്റ്റർ അത്രയും കെട്ടിപ്പൊക്കി ഈ കാര്യത്തിൽ വന്ന- ഇപ്പോൾ നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടതിനെ ആരും എതിർത്തിട്ടില്ല, എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അത് CPM-ഉം കോൺഗ്രസും ഒക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അല്ല, പക്ഷേ അക്കാര്യത്തിൽ അല്ല ലാലെ, കുറച്ച് മുമ്പ് എന്താണ് ഇതിനെ നിങ്ങൾ കണ്ടതെന്നാണ് നിങ്ങൾക്കുണ്ടാകുന്ന ലെജിറ്റിമേറ്റ് മാറ്റം ചോദിച്ചത്. എന്നാണ് നിങ്ങൾ ഈ ചർച്ചകളിലൂടെ പറയേണ്ടത്. നിങ്ങളുടെ ഇത്രയും കാലത്തെ രീതികൾക്ക് മാറ്റമുണ്ടാകുമോ? നേരത്തെ ശ്രീ ആരിഫൊക്കെ ചോദിച്ചതുപോലെ ഒരു സ്വയം സേവകൻ ആയ നരേന്ദ്രമോദി ആ പ്രത്യയശാസ്ത്രത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഇതോടുകൂടി തള്ളിപ്പറയുമോ? സ്റ്റാൻ സ്വാമിക്കും ഗ്രഹാം സ്റ്റെയിൻസിനും ഒക്കെ ഉണ്ടായ അനുഭവങ്ങൾക്ക് മാപ്പ് പറയുമോ? മുൻപ് വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ ഉയർത്തിയ മാർപ്പാപ്പയ്ക്കെതിരായ പ്രക്ഷോഭത്തെയൊക്കെ തള്ളിപ്പറയുമോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. പുതിയ നരേന്ദ്രമോദിയെ ഇനി കാണാമോ? അല്ല, ലാലിനോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് ആരിഫ് കാണിക്കുന്നത്, നിങ്ങൾ കാണിക്കുന്ന സമീപനം ഒന്നും ഇവിടെ അല്പം സംയമനവും എന്നെ വിഷയത്തിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾ അനുവദിച്ച് തരുമെങ്കിൽ ഞാൻ പറയാം. ഞാൻ ബഹുമാനപ്പെട്ട ആരിഫിനോട് ചോദിക്കുന്നത്, അദ്ദേഹം ഇവിടെ വലിയ കുറെ ചരിത്രത്തിന്റെ കണക്കുകൾ നിരത്തിയല്ലോ സർ. നിങ്ങളും കോൺഗ്രസും കൂടി ആയിരുന്നില്ലേ 7 വർഷം മുമ്പ് ഇക്കാര്യം പരിശോധിക്കാൻ ഇന്ത്യ ഭരിച്ചത്? താങ്കൾ ഈ പറഞ്ഞ സ്റ്റാൻലിയുടെയും ഒറീസയുടെയും ഒക്കെ താങ്കൾ ഇപ്പൊ പെരുപ്പിച്ചു പറഞ്ഞ ഈ കള്ളക്കഥകള് എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കാൻ പോയില്ല സർ? എന്തുകൊണ്ട് ആ കാലഘട്ടം ഒരു പുനരന്വേഷണം നടത്തിയില്ല? ഇവിടെ ഉന്നയിക്കുന്ന ആരിഫിന് തന്നെ അറിയാം ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് ലാലെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തില് നിങ്ങൾ പറഞ്ഞ കള്ളക്കഥകൾക്ക് അപ്പുറത്തേക്ക് ഒരു അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം ഉണ്ടായിരുന്നു. ഒരു ബിഷപ്പ് ഒരു വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചോര കുടിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ നികുതി പ്രയോഗം നടത്തിയ അനുഭവം ഉണ്ടായിരുന്നു ലാലെ. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത്, ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ആശങ്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ തമ്മിലടിപ്പിച്ചുകൊണ്ടുള്ള കാര്യം നേടി ഇനി അധിക കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ, ഇതിന് നിങ്ങൾ ആ സമൂഹത്തോട് കാണിച്ച കൊടിയ വഞ്ചന അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിലെ ഉന്നതരായ ആത്മീയ നേതാക്കന്മാർ ഈ സന്ദർശനത്തെ സ്വാഗതം ചെയ്തു. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഈ കാര്യത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്, ഈ സംഘപരിവാർ ശക്തികൾ മാത്രമാണ് ഇന്ത്യയിൽ ഈ മാർപ്പാപ്പ വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കാനുള്ള പ്രക്ഷോഭത്തിലേക്ക് മുമ്പ് പോയിട്ടുള്ളത് എന്നതാണ്. അല്ലേ, ഇത്രയും കാലമായിട്ട് ക്രിസ്ത്യൻ സഭകൾ ഇക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞ മാതിരി ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനത്തെ തുരങ്കം വെച്ചതായിട്ട് അവരൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇവിടെ ആരിഫിനെ പോലെയുള്ള ദീപ്തി മേരി വർഗീസിനെ പോലുള്ള ആളുകൾ മാത്രമല്ല ലാലെ, നിങ്ങൾ കേൾക്കണം, ദീപ്തി ചോദിച്ചത് എന്താ, എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാൻ പോയത്? അത് കോൺഗ്രസിന്റെ അനുമതിയോടുകൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളതാണോ അതിന്റെ സൂചന എന്ന് എനിക്കറിയില്ല. ഇത് എന്തിനാണ് ഇത്ര ചർച്ചയാക്കുന്നത്? BJP ചർച്ചയാക്കുന്നില്ല. എന്തിനാണ് കാണാൻ പോയെന്നല്ല ദീപ്തി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ വാർത്താ പ്രാധാന്യമില്ല, ഇതെല്ലാവരും ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞത്. ലാലെ, ദീപ്തി ഇല്ലേ നമ്മുടെ ഫ്ലോറിൽ? ദീപ്തി തന്നെ പറയട്ടെ, ദീപ്തി എന്താണ് ശരി ഞാൻ ചോദിക്കാം, ദീപ്തിക്ക് അത് ക്ലാരിഫൈ ചെയ്യാം. ദീപ്തി മേരി വർഗീസ്, താങ്കൾക്ക് ലാല് പറഞ്ഞത് തന്നെയാണ് ഞാനും ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തിന് പോപ്പിനെ കാണാൻ പോയി എന്നുള്ളതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണാൻ പോകുന്നതിൽ എന്താണ് ഇത്ര വിശേഷപ്പെട്ട് ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളേ ചോദിച്ചുള്ളൂ. കാരണം നമ്മുടെ മുഴുവൻ പ്രധാനമന്ത്രിമാരും പോപ്പിനെ പോയി കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ഈ രാജ്യത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ 6 വർഷമായല്ലോ ഭരിക്കുന്നു, ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. ഇപ്പോ ഈ സഭാ മേലധ്യക്ഷന്മാരും അങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ ആവശ്യപ്രകാരം മാത്രമല്ലേ ഇപ്പോ ഇതിന് തയ്യാറായത്? ശരി അത് വ്യക്തമാക്കി TP ജയചന്ദ്രൻ മാസ്റ്റർ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ദീപ്തിയോട് ചോദിച്ചതാണ്. അത് വ്യക്തമായല്ലോ. ഇനി പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് അല്ല, ഞാൻ വിചാരിച്ചത് ദീപ്തി ഇടയ്ക്ക് കയറി പറയുന്നത് പാലാ ബിഷപ്പിനെതിരായ ആക്രമണത്തിൽ കോൺഗ്രസിന്റെ നയം തെറ്റായിപ്പോയി എന്നുള്ള കുമ്പസാരമായിരിക്കുമെന്നാണ്. മാഡം, ഞാൻ ചൂണ്ടിക്കുന്ന 2 രാഷ്ട്ര തലവന്മാർ ഈ പാൻഡമിക് കാലഘട്ടത്തിൽ ഈ 2 രാജ്യങ്ങൾ നടത്തേണ്ട സഹകരണം, അത് ലോകത്തിന് നൽകുന്ന സന്ദേശം, കാലാവസ്ഥാ വ്യതിയാനം, പട്ടിണി, ലോകം നേരിടുന്ന തീഷ്ണമായ വിഷയങ്ങൾ, ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യാനി സമൂഹവും ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യവും തമ്മിൽ സഹകരിക്കുന്നത് കോൺഗ്രസിന് ഒരുപക്ഷെ നിസ്സാരമായി തോന്നുന്നുണ്ടാകാം മാഡം. പക്ഷെ അത് ലോകത്തിന്റെ കണ്ണിൽ വലിയ സംഭാവനകൾ നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം പോപ്പ് ഉൾക്കൊള്ളുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് 20 മിനിറ്റ് അനുവദിച്ചത്. 1.25 മണിക്കൂർ വരെ ആ 2 ലോക നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന്. വ്യക്തമാണ് ജയചന്ദ്രൻ മാസ്റ്റർ, താങ്കൾ പറഞ്ഞ കാര്യം വ്യക്തമാണ്. ശ്രീ AM ആരിഫ്, ഈ കാര്യത്തിൽ ഇപ്പോ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ ഒരു പടി കൂടി കടന്നുകൊണ്ട് നമ്മളിവിടെ ഇന്ത്യയിൽ കേൾക്കുന്ന പല വിഷയങ്ങളും
ചർച്ച ചെയ്ത 2 രാഷ്ട്രത്തലവന്മാർ എന്നുള്ള കാഴ്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പട്ടിണി, ഇവിടുത്തെ മറ്റ് തർക്കങ്ങൾ, ഇതൊക്കെ അരമണിക്കൂർ ആലോചിച്ച 20 മിനിറ്റ് ആലോചിച്ചെടുത്ത് 1.25 മണിക്കൂർ ചർച്ച ചെയ്ത 2 രാഷ്ട്രത്തലവന്മാരുടെ ചർച്ച എന്ന് പറഞ്ഞു പോവുകയാണ്. ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു വലിയ ഉച്ചകോടിയായി അതിനെ കാണാമോ? ഞാൻ പറഞ്ഞത്, ഞാൻ അതിനെ അദ്ദേഹവും ബഹുമാന്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. ഞാനതിനെ എതിർത്തിട്ടില്ല. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പിന്നെ പക്ഷേ പറയാൻ കാര്യം എന്താണ്, ഇപ്പോൾ ഈ ഞങ്ങളെല്ലാം ഊതിപ്പെരിപ്പിച്ച കണക്കാണോ? ഞാനും ചോദിക്കട്ടെ, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം, യുണൈറ്റഡ് എഗൻസ്റ്റ് ഹെയ്റ്റ്, പ്രൊട്ടക്ഷൻ ഫോർ സിവിൽ റൈറ്റ്സ് എന്നീ സംഘടനകൾ സംയുക്തമായി നടത്തിയ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിലും രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം മാത്രം ക്രൈസ്തവർക്കെതിരെ 305 ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 9 മാസത്തിനിടെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളായി ക്രൈസ്തവർക്കെതിരെ 169 ആക്രമണങ്ങളാണ് നടന്നത്. ഇതേ കാലയളവിൽ കർണാടകയിൽ മാത്രം 32 ആക്രമണങ്ങൾ നടന്നു. ഈ ആക്രമണങ്ങളിലെല്ലാമായി 331 വനിതകൾക്ക് പരിക്കേറ്റതായും 558 ആദിവാസികളും 513 ദളിതരും ഇരകളായതായും റിപ്പോർട്ടിൽ പറയുന്നു. ഞാൻ പറയുന്നത്, ഈ സംഭവങ്ങളിലെല്ലാം നിസ്സംഗനാണ് നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ രാജ്യത്തെ സ്റ്റാൻ സ്വാമിയുടെ സംഭവത്തിൽ പോലും ഭരണകൂടത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന ഒരു പരാമർശം നടത്തിയോ? ഭരണകൂട ഭീകരതയുടെ ഇരയാണ്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഇത്തരത്തിലുള്ള ഭീകരമായ ആക്രമണങ്ങൾ ക്രൈസ്തവർക്കും, ഞാനതല്ല ഇന്ന് ഈ കഴിഞ്ഞ മാസത്തെ കണക്കാണ് പറയുന്നത്, ഒരു 6 മാസത്തെ കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അത് സ്വസ്ഥമായത് കേൾക്ക്. ഇങ്ങനെ വികാരം കൊള്ളാതെ ഞാൻ പറയുന്ന കണക്കൊന്ന് കേൾക്ക്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മാർപ്പാപ്പ അദ്ദേഹം എത്ര വിശാല ഹൃദയനാണ്. പലതരത്തിലുള്ള സഭകൾക്കിടയിൽ നിന്ന് സഭാ പുരോഹിതന്മാർക്ക് സംഭവിക്കുന്ന പാളിച്ചകൾ പോലും തുറന്നു പറഞ്ഞ് മാപ്പ് പറയുന്നയാളാണ്. അദ്ദേഹം ഇറാഖിൽ സന്ദർശനത്തിന് പോയി. ഇറാഖിൽ ചെന്നിട്ട് അദ്ദേഹം ഇറാഖിലെ അവിടുത്തെ സംവിധാനത്തിലെല്ലാം സംയോജനം ഉണ്ടാക്കാനും അവിടുത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളും ഗ്രൂപ്പുകളും തമ്മിലടിക്കുന്ന ഇല്ലാതാക്കാനും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു മതനിഷേധി, നിരീശ്വരവാദി, എത്തീസ്റ്റ് ആണെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന നന്മകളെ സ്വീകരിക്കണം. ഏറ്റവും ഒടുവിൽ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസംഗങ്ങളിലെല്ലാം ഇത് പറയുന്നുണ്ട്. നന്മകളെയാണ്, ദൈവത്തെ കാണണമെങ്കിൽ. വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട എല്ലാ സന്ദേശങ്ങളും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും, ധനവാൻ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന പോലെയാണെന്നും, അതുപോലെ വിശുദ്ധ ബൈബിളിൽ പറയുന്ന നമ്മുടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യം, കർത്താവേ 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 എന്ന് എപ്പോഴും വിളിക്കുന്നവർക്കെല്ലാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വർഗകവാടങ്ങൾ തുറക്കപ്പെടുക, സ്വർഗസ്ഥനായ പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്വർഗകവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുക എന്നിങ്ങനെയുള്ള നിരവധിയായ ബൈബിൾ വചനങ്ങളുണ്ട്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. ഇത്തരം വചനങ്ങളെ എത്ര പ്രായോഗികമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ആശയ സംഹിതയിലൂടെ പറഞ്ഞു വന്നത്. അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം എത്ര വലിയ തോതിലാണ് ഉത്ബുദ്ധനാക്കിയത്. ഇന്നലെയും അദ്ദേഹം പറഞ്ഞത് ഭൂമിക്ക് രക്ഷാകവചമാകണം നമ്മൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച ചെയ്തെങ്കിൽ നല്ല കാര്യം, തീർച്ചയായും അതിന് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ വക നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ ക്രൈസ്തവർക്കും അതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്കും എതിരായി, മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരായി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ, ഇത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കിലുണ്ട്, ഇത് ലോകത്തിലെ എല്ലാ കണക്കുകളിലുണ്ട്. ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇന്ത്യയിൽ എന്ന് ലോകത്തിലെ മുഴുവൻ സർവേ റിപ്പോർട്ടുകളും പറയുകയാണ്. ഇതിനെ നിസ്സംഗഭാവത്തോടെയാണ്, ഒരിക്കൽ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിൽ ഖേദം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം ഖിന്നനായില്ല, അദ്ദേഹത്തിന് കണ്ണീർ പൊഴിച്ചില്ല. അദ്ദേഹത്തിന് പലപ്പോഴും കണ്ണീരൊക്കെ ഇറ്റ് വീഴുന്ന പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണീർ ഒരു ഇറ്റ് പോലും പൊഴിയുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടത് ക്രൈസ്തവ മതവിശ്വാസികൾ ആരും തന്നെ അവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളിൽ എന്തെങ്കിലും കുറവ് വരുത്തും എന്നവർ പ്രതീക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണമെന്ന പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒന്നാന്തരം ഗണവിശ്വാസിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയ തത്വസംഹിത ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറണമെന്ന് തന്നെയാണ്. വ്യക്തമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചെത്താം. On her big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Gold and Diamonds. ദീപ്തി മേരി വർഗീസ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഈ കൂടിക്കാഴ്ച കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ, പ്രധാനമന്ത്രിയുടെ സമീപനത്തിൽ വ്യത്യാസമുണ്ടാകുമോ എന്നൊന്നും ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ് കേട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു താരതമ്യം നടത്താനാണ് ശ്രമിച്ചത്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ മറ്റ് മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ആരുടെ കാലത്താണ് എന്ന് പറയാൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നാളെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സിഖ് കലാപത്തെപ്പറ്റി പരാമർശിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ സുവർണക്ഷേത്രത്തിൽ ഖാലിസ്ഥാൻവാദികൾ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനമുണ്ടാകണം എന്ന് പറഞ്ഞ് അവിടെ ഖാലിസ്ഥാൻവാദികൾ പ്രശ്നമുണ്ടാക്കുകയും സുവർണക്ഷേത്രത്തിൽ കയറുകയും ചെയ്തപ്പോൾ അത് അടിച്ചമർത്തുവാൻ വേണ്ടി, ആ തീവ്രവാദ പ്രവർത്തനത്തെ അടിച്ചമർത്തുവാൻ വേണ്ടിയാണല്ലോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന പദ്ധതിയുമായി അന്ന് മുമ്പോട്ട് പോയത്, അത്തരമൊരു ഓപ്പറേഷനുമായി മുമ്പോട്ട് പോയത്. അല്ലാതെ ഒരിക്കലും ഒരു ജാതിയെയോ ഒരു വിഭാഗത്തെയോ മാറ്റി നിർത്തുന്നതിനോ അവർക്കെതിരായ ഒരു പ്രവർത്തനവും ആയിരുന്നില്ല ഇന്ദിരാഗാന്ധി അന്ന് നടത്തിയത്. ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ പാടില്ല, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെട്ടിമുറിക്കാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ആ ഖാലിസ്ഥാൻവാദികൾക്കെതിരെ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം അങ്ങനെ ഒരു വട്ടം പോലെ, ഈ ഇന്ത്യയുടെ നടുക്കൊരു വട്ടം പോലെ എടുത്തു മാറ്റി മറ്റൊരു രാജ്യമാക്കി മാറ്റുവാൻ തയ്യാറാകാതിരുന്നതാണ് ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അതുമായി ബന്ധപ്പെട്ട് കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അത്തരം ഒരു ഓപ്പറേഷനിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് വേണം ചിന്തിക്കാൻ. അതുകൊണ്ടാണല്ലോ സിഖുകാരുടെ തന്നെ വെടിയേറ്റ്, സ്വന്തം കാവൽക്കാരുടെ വെടിയേറ്റ് അവർക്ക് മരിക്കാനിടയായത്, അവർ കൊല്ലപ്പെടാനിടയായത്. അപ്പോൾ അങ്ങനെ മരിച്ച, ഈ രാജ്യത്തിന് വേണ്ടി മരിച്ച, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി മരിച്ച ഒരു നേതാവിൻ്റെ പേര് പറയാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നറിയാമല്ലോ. ബി ജെ പിക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പ്രതിയായിരുന്ന, 4ാം പ്രതിയായിരുന്ന സവർക്കർക്ക് ഇപ്പോൾ ഭാരതരത്നം കൊടുക്കാൻ പോവുക. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിക്കണം. സവർക്കർ എന്ന് പറയുന്ന ഗാന്ധി വധത്തിലെ ഒരു പ്രതിക്കാണ് ഭാരതരത്ന കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ രാജ്യം മുമ്പോട്ട് പോവുകയാണ്. എന്താണ് ഹിന്ദുത്വ? ഹിന്ദു മതവും ഹിന്ദുത്വവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സവർക്കറുടെ പുസ്തകങ്ങൾ താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം. താങ്കളതൊന്നും മൂടി വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ഇവിടെ 1980-ൽ BJP ഉണ്ടാകുമ്പോൾ അന്ന് ഹിന്ദുത്വ എന്ന് പറയുന്ന സവർക്കർ ഉയർത്തിപ്പിടിച്ചിരുന്ന ആശയത്തെ ഒളിച്ചു വെച്ചുകൊണ്ട്, മറച്ചു വെച്ചുകൊണ്ടായിരുന്നു BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് പോയത്. എന്നാൽ പിന്നീട് അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു, ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി യാതൊരു ബന്ധവുമില്ല. ആ ആശയം ഒരു രാഷ്ട്രീയ ആശയം മാത്രമാണെന്ന് സവർക്കറുടെ എല്ലാ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. താങ്കളത് വായിച്ചു നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ് BJPക്കുള്ളത്. ആ ആശയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ജാതിയെ മുൻനിർത്തിക്കൊണ്ട്, ഒരു മതത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP മാറി കാലാകാലങ്ങളിൽ. അത് 1980 മുതൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഈ സാഹചര്യം വരെ അത്തരത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ ആശയത്തിന് വ്യതിയാനം വന്നിട്ടുണ്ടോ? അത് തന്നെയാണ് ആരിഫ് ഇവിടെ ചോദിച്ചത്.
ആ ആശയത്തിന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. യെസ്, ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദു രാഷ്ട്രമായി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ എടുത്തുയർത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി, അതിൻ്റെ പേരിൽ സ്വയം സേവകൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇന്ന് ഈ കാലാവസ്ഥ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പുസ്തകവും മെഴുകുതിരി തട്ടുമൊക്കെ മാർപ്പാപ്പയ്ക്ക് കൊടുത്തത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ച് നരേന്ദ്രമോദി മനസ്സിലാക്കിയാൽ മതി എന്നാണ് നേരത്തെ ആരിഫ് ചൂണ്ടിക്കാട്ടിയത്. അല്ല, ആരിഫിന്റെ പ്രസംഗം, സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആരിഫെ, അതാ കണ്ണൂരിലെ സഖാക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഞാൻ താങ്കൾ ഓർമ്മിക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, അത് കഴിഞ്ഞാൽ ദീർഘജീവി എന്ന് പറയുന്നയാൾ ആ സമയത്തായിരുന്നു. ഏതായാലും ആരിഫിന്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ, നരേന്ദ്രമോദി ഇന്ത്യയിലെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചത് കൊണ്ട് തന്നെ അല്ലേ സർ മാർപ്പാപ്പ 20 മിനിറ്റ് അനുവദിച്ചത് അങ്ങ് നീണ്ടുപോയി അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായത്? താങ്കൾ ഈ പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലാകുന്നത് കൊണ്ടല്ലേ? തിരുവനന്തപുരത്തെ മാർ ക്ലെമിസ് കർദിനാൾ അദ്ദേഹം സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം കാലാകാലങ്ങളിൽ ആവശ്യപ്പെടുന്ന നടപടിയാണ് സർ ഇത്. അത് BJP അവർ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലെന്ന് മാത്രമല്ല, BJPക്കെതിരെ ആരോപിക്കുന്നത് പിന്നീട് കോൺഗ്രസ് വന്നപ്പോൾ അന്വേഷിക്കാതിരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, താങ്കളാണ് ഇതിനകത്ത് കൃത്യമായ ഉത്തരങ്ങൾ പറയേണ്ടതും വിശദമായി പ്രേക്ഷകർക്ക് കൃത്യമായി എന്താണ് വത്തിക്കാനിൽ നടന്നത് എന്ന് പറഞ്ഞു തരേണ്ടതും അങ്ങാണ്. അതുകൊണ്ടാണ് അങ്ങയോട് ചോദിക്കുന്നത്, ഈ 20 മിനിറ്റ് നേരം എന്ത് സംഭവിച്ചു? അതിൽ തീരാത്ത കാര്യം എന്താണ് ഈ 70 മിനിറ്റ് നേരം സംഭവിച്ചത് എന്നത് കൃത്യമായി മിനിറ്റ് ടു മിനിറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെങ്കിൽ പറയണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇതിൽ ആരും ഇതിനെ അപലപിച്ചിട്ടില്ല. ഈ കൂടിക്കാഴ്ചയെ ആരും മോശമായി പറഞ്ഞിട്ടില്ല. എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊരു സംശയം തോന്നുന്നുണ്ട് ശ്രീ ആരിഫിനും ദീപ്തിക്കുമൊക്കെ. അല്ല ലാലെ, ഇതിൽ ആശങ്കപ്പെടാൻ ലോകത്തിലെ സുബുദ്ധിയുള്ള ഒരാൾക്കും കഴിയില്ല. അങ്ങനെ ആരിഫോ ദീപ്തി മേരി വർഗീസോ ചെയ്താൽ അവർ ഒറ്റപ്പെടും. കാരണം കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ, അവർ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു യഥാർത്ഥ മുഖം. അല്ല, അവിടെയാണ് അറിയേണ്ടത്. ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. നരേന്ദ്രമോദി ഇന്ന് മാർപ്പാപ്പയുമായി സംസാരിച്ചപ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു പാർട്ടി ഇവിടെ ഉണ്ട്, അതിൽ മാറ്റം വരാൻ പോകുന്നു എന്ന് ചർച്ച ചെയ്തോ? അതോ അത് പഴയതുപോലെ തന്നെ തുടരുമെന്നാണോ പറഞ്ഞത്? എന്തായാലും ലാലെ, കൈരളി ചാനലിലും ഇവിടെ വന്ന് സംസാരിക്കുന്ന നമ്മളെക്കാളും ഒക്കെ കൃത്യമായി ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ബോധ്യമുള്ള, വളരെ കൃത്യമായി അതിനെക്കുറിച്ച് അറിവുള്ള ലോക ക്രൈസ്തവരുടെ ആത്മീയ നേതാവിനെ നമ്മൾ ഉപദേശിക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിന് നിങ്ങളിൽ പറയുന്നതിന് വിഭിന്നമായ മോഡിയെക്കുറിച്ച് അഭിപ്രായമുണ്ട്. മാത്രമല്ല, ഓരോ സന്ദർശനത്തിലും അയാളെ ഈ നരേന്ദ്രമോദി വിദേശത്ത് നടത്തുന്ന ഓരോ യാത്രയ്ക്ക് മുമ്പും ആരിഫിനെ പോലുള്ള ആളുകൾ ഈ ചാനലിൽ വന്ന് പറഞ്ഞ വാർത്തകളും പിന്നീട് ഉണ്ടായ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും നമുക്കറിയാം. ഇത് അത്തരത്തിലുള്ള അസ്വസ്ഥത. എന്ത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ ഒരു മാറ്റം ഉണ്ടാക്കി? ഇന്ത്യയിൽ എന്ത് മാറ്റം ഉണ്ടാക്കിയ യാഥാർത്ഥ്യമാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്? ഇവിടെ ഈ പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് ഇവർ പറഞ്ഞ കണക്കുകൾ ശരിയല്ലേ? ആരിഫും ദീപ്തിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയത് ശരിയല്ലേ? നിങ്ങൾ പറയുന്നത് പോലെ ആണോ സംഭവിച്ചിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴും ഇവിടെ പള്ളികൾക്ക് നേരെ ആക്രമണം നടക്കുന്നില്ലേ? കണക്കുകൾ കൂടിക്കൂടി വരികയല്ലേ? ലാലെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് നേരെ തിരിച്ചാ. 5 വർഷം മുമ്പ് തെരഞ്ഞെടുത്തപ്പോൾ ആരിഫിന്റെ പാർട്ടിക്ക് 9 MP-മാരുണ്ടായിരുന്നു. ഇന്നത് 3 അതിൽ 2 മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും. അങ്ങ് തെറ്റിദ്ധരിച്ചു. മുസ്ലിം ലീഗിന് എത്ര സീറ്റുണ്ട്, CPM-ന് എത്ര സീറ്റുണ്ട്, BJPക്ക് എത്ര സീറ്റുണ്ട് എന്നല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ എത്ര പള്ളികൾ ആക്രമിക്കപ്പെട്ടു, എത്ര ആളുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ദ സ്റ്റാൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, ഗ്രഹാം സ്റ്റെയിൻസിന് എന്ത് സംഭവിച്ചു? ഇതൊക്കെ ആവർത്തിക്കുമോ? RSSന് ഈ പറയുന്ന ഹിന്ദുരാഷ്ട്ര സങ്കല്പം അവർ മാറ്റിവെക്കുമോ ഇനി നരേന്ദ്രമോദി ഈ മാർപ്പാപ്പയെ കണ്ടതോടുകൂടി? ഇതാണ് അറിയേണ്ടത്. ലാലിൽ നിന്ന് അല്പം മര്യാദ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. തീർച്ചയായും അത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. സ്റ്റാൻലിയുടെ, ഞാൻ അതാണ് ചോദിച്ചത് സർ. നിങ്ങൾ ഈ പറഞ്ഞ ഗ്രഹാം സ്റ്റാൻലിയുടെ കൊലപാതകം ആരോപിച്ചതിന് ശേഷം CPM-ഉം കോൺഗ്രസും ചേർന്ന് ഇന്ത്യ ഭരിച്ചോ? എന്തേ ഒന്ന് അന്വേഷിച്ചില്ല? ഇതെല്ലാം നുണകളാണ്.
മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് അല്ല, അവിടെയാണ് എനിക്ക് സമയം, ഈ ചർച്ച ഇങ്ങനെ അവസാനിക്കാൻ സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ശ്രീ ആരിഫ് ചൂണ്ടിക്കാട്ടിയതും ഞാൻ പറഞ്ഞതുമായ കണക്കുകൾ കോൺഗ്രസും CPM കൂടി അല്ലെങ്കിൽ UPA സർക്കാർ ഭരിച്ച കാലത്തല്ല, കഴിഞ്ഞ 2-3 വർഷത്തേതാണ്. ഏത് ഗ്രഹാം സ്റ്റാൻലി കൊല്ലപ്പെട്ടത്? അല്ലല്ല, അതല്ല പറഞ്ഞത്. ഈ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല, ഇന്ത്യയിൽ കോടികൾ വിലമതിക്കുന്ന വക്കീലന്മാരെ കൊണ്ട് വാദിക്കുന്ന പാർട്ടിയല്ലേ നമ്മുടെ പാർട്ടി. ആ പാർട്ടിക്ക് എന്തുകൊണ്ട് ഇതിനെ നിയമത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? എന്റെ സുഹൃത്ത് ക്ഷമയോടെ ദീപ്തി മേരിവാസ് വലിയ കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീമതി ഗാന്ധിയുടെ വലിയ ത്യാഗമൊക്കെ നമ്മൾ പറഞ്ഞു. ആരായിരുന്നു മാഡം ഈ അകാലിദളിനെതിരായിട്ട് ഈ ഭീകരവാദിയായിരുന്ന ഭീന്ദ്രൻവാലിയെ കൊണ്ടുവന്നത്? രാഷ്ട്രീയ നീക്കത്തിനു വേണ്ടി ഭീകരവാദത്തോടും വർഗീയതയോടും സന്ധി ചെയ്ത കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന ഭീന്ദ്രൻവാല പിന്നീട് തിരിഞ്ഞു പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തി. നിങ്ങൾ അകാലിദളിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് നടത്തിയ ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങ് ക്ഷമിക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങ് എന്നോട് കോപിക്കില്ലെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങ് ചർച്ച വഴിമാറ്റി കൊണ്ടുപോവുകയാണ്. നമ്മുടെ ചർച്ച അതല്ല. അല്ല, ചർച്ചയിൽ ചോദിച്ചില്ലേ ഈ ചോദ്യം എന്നോട്? ഇന്ദിരാഗാന്ധിയുടെ ത്യാഗോജ്ജലമായ കഥ പറഞ്ഞില്ലേ? ഇന്ദിരാഗാന്ധിയുടെ ആരാണ് സർ ഖാലിസ്ഥാനെ വളർത്തിയത്? ആരാണ് ഭീകരന്മാരുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്തത്? അല്ല, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്ക് പഠിക്കുകയാണോ എന്നാണ് എന്റെ ചോദ്യം. നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്ക് പഠിക്കുകയാണോ എന്നാണ് ചോദ്യം. മാത്രമല്ല സർ, അല്ല ഇന്ദിരാഗാന്ധിക്ക് പഠിക്കുകയാണോ അല്ലയോ എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഗ്രൂപ്പ് 23 കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ പറയുന്നു കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന്. ഒരുപക്ഷെ ഇവിടെ പലരെയും ആശങ്കപ്പെടുത്തുന്നത് മോഡി വിരുദ്ധത എന്ന് പറയുന്ന ഫാബ്രിക്കേറ്റഡ് പൊളി അതിവിടെ അഴിഞ്ഞു വീഴുകയാണ്. ശരി, അത് അഴിഞ്ഞു വീഴുകയാണോ? ശ്രീ AM ആരിഫ്, താങ്കൾക്ക് പ്രതികരിക്കാം. അല്ല, മോഡി വിരുദ്ധത എന്ന് പറയുന്ന ഒന്ന് മാത്രമല്ല, BJP വിരുദ്ധതയാണ്. മോഡി വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണനയങ്ങൾ, ഇപ്പോൾ കൃഷിക്കാർ ഏതാണ്ട് 1 വർഷമാകുന്നു സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. അവരുടെ പ്രശ്നങ്ങൾ ഒരു വട്ടം പോലും ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഒന്ന് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യാം, അവരുടെ ആശങ്കകൾ പരിഹരിക്കാം. അല്ലെങ്കിൽ പോട്ടെ, തൻ്റെ മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രി അവർ കൃഷിക്കാരുടെ അവരുടെ റാലിക്ക് നേരെ വാഹന വ്യൂഹം കയറ്റി അവരിൽ കുറച്ച് പേരെ കൊന്നു. ഈ സംഭവത്തിൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട കൃഷിക്കാരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ മോഡി വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും പെട്രോളിനും ഡീസലിനും എല്ലാം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് മുഴുവൻ വിട്ടു തുലയ്ക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇരകളായി തീരുന്നവരുടെ എല്ലാ വിരുദ്ധതയും ഉണ്ടാവും. ഇത് മാത്രമല്ല, അതിന് പുറമെയാണ് ഞാൻ പറഞ്ഞല്ല, അതിന് പുറമെയാണ് ഈ ദളിതർക്കും മതന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാം എതിരായി നടക്കുന്ന ഈ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്, അല്ലാതെ ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ഇപ്പോൾ കട്ടുവയിലെ 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ എത്ര പൈശാചികമായി കൊന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരികയാണ്. നമ്മുടെ രാജ്യത്ത് അതൊക്കെ നിത്യസംഭവങ്ങളായി മാറുകയാണ്. ആ സംഭവങ്ങളായി മാറുന്ന സംഭവങ്ങളിൽ ഒന്നും തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ അനുപമയുടെ കാര്യം നമ്മൾ വേറെ ചർച്ച ചെയ്യാം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അതല്ലല്ലോ ചർച്ച, ആ വിഷയമല്ലല്ലോ. അത് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതിപ്പോൾ അതിന് ന്യായ വശങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് പോട്ടെ, അതിവിടെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞൊരു അമ്മയുടെ അവകാശത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളായിട്ടുള്ള ആളുകളുടെ വേദനകളും മറുപക്ഷത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇരിക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്. മോഡി വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധതയാണ്. ഈ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധത സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമുക്ക് ലോകമാദരിക്കപ്പെടുന്ന മാർപ്പാപ്പയെ കണ്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് അതുണ്ടാക്കാൻ പോകുന്ന പ്രതികരണങ്ങളെക്കുറിച്ചാണ് ചർച്ച. ആ പ്രതികരണങ്ങളിൽ മോഡിയോ BJPയോ സംഘപരിവാരോ ആഗ്രഹിക്കുന്ന നിലയിലുള്ള എന്തെങ്കിലും ഗുണപരമായ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതണ്ട. ഇപ്പം ക്ലിമിസ് തിരുമേനി പിന്നെ സ്വാഗതം ചെയ്തു, ഞാനും സ്വാഗതം ചെയ്തു എന്നതുകൊണ്ട് ക്രൈസ്തവ മതവിശ്വാസികൾക്ക് തോന്നുകയാണ് നാളെ സംഘപരിവാർ ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ മാറ്റിവെക്കുന്നു, മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളെല്ലാം മാറ്റിവെക്കുന്നു, രാജ്യം ഒരു ഒരു ഹിന്ദു മതാധിഷ്ഠിതമായ രാഷ്ട്രമാകണം എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നു എന്നൊന്നും ആരും വിശ്വസിക്കത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് മാറിയോ ഇല്ലയോ എന്ന് എത്ര വട്ടം ചോദിച്ചിട്ടും അങ്ങ് പറയാതെ വേറെ രീതിയിലേക്ക് അനുപമയിലേക്ക് അങ്ങ് പോകുന്നത്. അനുപമയിലേക്ക് പോയി രക്ഷപ്പെടാൻ നോക്കാതെ ഇതിലേക്ക് വരിക. ഇതിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമായ
ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നതിന്റെ Yes. സൂചനയാണ് ഇതെല്ലാം. എല്ലാ മതവിഭാഗങ്ങളെയും എന്ന് പറയാനുള്ള ധൈര്യം അങ്ങക്കുണ്ടോ? ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര ആവർത്തി ചോദിച്ചിട്ടും അങ്ങത് പറയുന്നില്ലല്ലോ. അപ്പൊ ഇന്ത്യയെ ഹിന്ദുമതാധിഷ്ഠിതമായ ഒരു രാജ്യമാക്കണം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയോ? നേതൃത്വം തിരിച്ചറിയുന്നു. ആരിഫെ, ലോകം കാണുന്നു, ലോകം തിരിച്ചറിയുന്നു. മാർപ്പാപ്പയും തിരുവനന്തപുരത്തെ കർദിനാളും ഉൾപ്പെടെ ക്രൈസ്തവ സമൂഹം അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നിങ്ങൾ നിഷേധിച്ചവർ കണ്ടു. അവരുടെ റിസർവേഷൻ എന്റെ പൊന്നുമാഷ ഞാൻ സ്വാഗതം ചെയ്തു. കണ്ടതിന് എന്റെ പാർട്ടിയും സ്വാഗതം ചെയ്തു. അല്ല, അപ്പൊ പിന്നെ ആരിഫിന് പിന്നെ എന്താ അതിലൊന്നും അല്ല തർക്കം. തർക്കം എന്താന്ന് വെച്ചാൽ നരേന്ദ്രമോദി ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം അങ്ങയുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യത്തിൽ നിന്ന് നരേന്ദ്രമോദി പിന്മാറുമോ? യെസ്, വ്യക്തമാണ്. അതായത് ഹിന്ദു രാഷ്ട്രം എന്ന ഒരു സങ്കല്പത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തിന് ഇനി മാറ്റമുണ്ടാകുമോ എന്നാണ്. അതിന്റെ ഉത്തരം പറയുന്നില്ല. വരാം. ദീപ്തി മേരി വർഗീസ് എന്തായാലും ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഈ നടപടി കൊണ്ട്, ഈ പറയുന്ന പ്രചാരം കൊണ്ട് ഇപ്പോൾ അവർ ഉടനെ കാണുന്നത്, ഇന്ത്യയിൽ കാണുന്നത് ഗോവയാണ്, പിന്നീട് കേരളത്തിലെ ചില ചലനങ്ങളാണ് എന്നൊക്കെയാണ് നിരീക്ഷണങ്ങൾ. നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ? ലാലേ, ഇവിടെ കേരളത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും എന്തെല്ലാം തരത്തിലുള്ള വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം കോൺഗ്രസിലെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പരാമർശിച്ചു പോകും. കോൺഗ്രസ്സിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട് എല്ലാ കാലത്തും. ആ ഗ്രൂപ്പൊക്കെ വെച്ച് തന്നെയാണ് ഈ 10-70 വർഷക്കാലം ഇങ്ങനെ പോയതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഇവിടെ ഭരണം പോലും ഇല്ലാതിരുന്ന കേരളത്തിൽ ഇന്നേ വരെ ഭരിച്ചിട്ടില്ലാത്ത BJPയിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് അദ്ദേഹം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. പിന്നെ അദ്ദേഹം ഇവിടെ വലിയ അവകാശവാദമായിട്ട് പറഞ്ഞ് 20 മിനിറ്റ് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ 20 മിനിറ്റ് സംസാരിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ആതിഥ്യ മര്യാദ കൊണ്ടാണ്. ഈ രാജ്യത്ത് നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അറിയാത്ത ആളാണോ മാർപ്പാപ്പ? അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കാണാൻ തയ്യാറായെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈബിളിലെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമുണ്ട്. ഒരു കർണത്തടിക്കുന്നവൻ്റെ മറുകർണം കാണിച്ചു കൊടുക്കുക എന്ന്. അങ്ങനെ ഒരു കരണം കാണിച്ചു കൊടുത്തതായിട്ട് മാത്രം കരുതിയാൽ മതി. ഇനിയും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണല്ലോ ഇവിടെ ഉന്നയിച്ച ചോദ്യം. ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് ഞാൻ ഈ നിമിഷം വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ മാറ്റം ഉണ്ടാകാത്തിടത്തോളം കാലം ഇത് ഈ പോയി കാണിക്കുന്നതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലുള്ള ഒരു PR വർക്ക് മാത്രമാണ്. ജാതി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധപ്പതനം മാത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ണിൽ പൊടിയിട്ടാൽ അത് വിശ്വസിക്കാവുന്ന ആളുകളല്ല ഈ ഇന്ത്യയിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും എന്നൊരു തെറ്റിദ്ധാരണ ഒരാൾക്കും വേണ്ട എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, നമുക്ക് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. നേരത്തെ അങ്ങ് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇവിടെ അതല്ല ഇന്നത്തെ ദിവസം എന്നുള്ളതുകൊണ്ട് അങ്ങ് അതിലേക്ക് വഴിമാറ്റി കൊണ്ടുപോകണ്ട. ഒറ്റ ചോദ്യം, വീണ്ടും പ്രേക്ഷകരെ വിഡ്ഢികളാക്കരുത് എന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാകുമോ? ഈ കണക്കുകൾക്ക് കുറവുണ്ടാകുമോ? ഈ ആക്രമണങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ? ഈ വിചാരധാരയിൽ പറയുന്ന ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള പോക്കിൽ വിശ്വസിച്ച് സ്വയം സേവകനായുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാകുമോ? ഏതായാലും കൈരളിയും ആരിഫും ഇവിടെ ദീപ്തി മേരി വർഗീസും പറയുന്നതല്ല സ്വയം സേവകത്വമെന്നും. യഥാർത്ഥ സ്വയം സേവകത്വം എന്താണെന്ന് പാലാ ബിഷപ്പും തിരുവനന്തപുരത്തെ കർദിനാളും മാർപ്പാപ്പയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ദീപ്തി മേരി വർഗീസ്, നിങ്ങൾ ഈ പറഞ്ഞ ആദിത്യ മര്യാദ എന്തുകൊണ്ട് പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ ഇറ്റലിയിൽ പോയപ്പോഴും മാർപ്പാപ്പ കാണിച്ചില്ല? അന്നും എന്തുകൊണ്ട് അനുമതി കൊടുത്തില്ല? അന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നും കൂടെ ആലോചിക്കണം. ഇവിടെ നിങ്ങൾ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ മുഴുവൻ വസ്തുതകളെ വിരുദ്ധമാണെന്ന് എന്നേക്കാളുമൊക്കെ ഈ ലോകത്തിനെ കുറിച്ച് അറിവുള്ള മാർപ്പാപ്പയ്ക്ക് ഇത് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, അതിനുശേഷം ഞാൻ ദീപ്തി മേരി വർഗീസിനോടും ബഹുമാനപ്പെട്ട ആരിഫിനെയും ക്ഷണിക്കുന്നത്, വത്തിക്കാനിലെ വിദേശകാര്യ വകുപ്പ് അതിനുശേഷം മാർപ്പാപ്പയുടെ ട്വീറ്റ് പുറത്തുവിട്ടിരിക്കുന്നു. ഈ ദീപാവലി നാളിൽ അവർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മോഡിയും ക്രൈസ്തവ സമൂഹവും ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരിക്കുന്ന വ്യാജപ്രകടനങ്ങൾ മുഴുവൻ തള്ളിക്കളയുകയാണ്. ഇത് BJP. അവസാനത്തെ 1 മിനിറ്റ് ദീപ്തി മേരി വർഗീസിനും അടുത്തത് ശ്രീ ആരിഫിനും. ആദ്യം ദീപ്തി മേരി വർഗീസ്, ദീപാവലി നാളിലും ഒക്കെ ഒന്നിക്കാൻ വേണ്ടിയുള്ള ട്വീറ്റൊക്കെ എടുത്താണ് ഇനി പ്രചരിപ്പിക്കാൻ പോകുന്നത്.
എന്ത് വ്യാജ പ്രചരണമെന്നാണ് ഇവർ പറയുന്നത്? വാസ്തവമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കാണിച്ചോ? ഇവിടെ കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ നടന്ന 321ഓളം സംഘടനകളെക്കുറിച്ച്, ക്രിസ്ത്യൻ ചർച്ചുകൾ ആക്രമിച്ചതിനെക്കുറിച്ച്, സംഘപരിവാർ ശക്തികൾ ആക്രമിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അത്തരത്തിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഈ മതവും രാഷ്ട്രീയവും ഇടകലർന്നുകൊണ്ട് മുമ്പോട്ട് പോകാമെന്നുള്ള നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രസക്തമായ ചോദ്യമുള്ളൂ. അതില്ലാത്തിടത്തോളം കാലം ജാതി പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ രാഷ്ട്രീയം ഈ രാജ്യത്തെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യെസ്, ശ്രീ AM ആരിഫ്, അവസാനമായി ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കാണാതെ നമുക്ക് നരേന്ദ്രമോദി മാർപ്പാപ്പ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കാനാകുമോ? അല്ല, ബഹുമാനായ ഫ്രാൻസിസ് മാർപ്പാപ്പ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. അതുപോലെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നയാളാണ്. അതിനുവേണ്ടി അദ്ദേഹം എല്ലാ തലങ്ങളിലും പോയി ഒരു തീർത്ഥാടകനെ പോലെ പോയി എല്ലായിടത്തും മനുഷ്യരെ ഒരുമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എന്നാൽ മതങ്ങൾ തമ്മിൽ സംഘർഷത്തിന് വേണ്ടി ശ്രമിക്കുകയും മനുഷ്യർക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രണേതാവാണ് ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെച്ചു പുലർത്തുന്ന ആശയങ്ങളും ബഹുമാനായ മാർപ്പാപ്പ വെച്ചു പുലർത്തുന്ന ആശയങ്ങളും രണ്ടും വ്യത്യസ്തമാണ്. പക്ഷേ ഈ രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ നിൽക്കുന്ന ആളുകൾ തമ്മിൽ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലൊന്നും നമ്മളാരും ഒരു കുറ്റവും കാണുന്നില്ല, അതിലൊന്നും ഒരു തെറ്റും കാണുന്നില്ല. തീർച്ചയായും അത് നല്ലത് തന്നെയാണെന്നാണ് അഭിപ്രായം. പക്ഷേ അടിസ്ഥാനപരമായ ഈ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുമോ? ഇതാണ് ഞാനിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ട്രംപും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ പോകുന്നു, അതോടുകൂടി രാജ്യമാകെ കുതിക്കാൻ പോകുന്നു എന്ന് പറയും. പ്രസിഡന്റ് അങ്ങോട്ട് പോയ ഉടനെ തൊട്ട് പിറ്റേ ദിവസമാണ് ഡൽഹിയിൽ കലാപം നടന്നത്. ഡൽഹിയിൽ കലാപം നടന്ന് 1084 അവിടെ കൊന്നൊടുക്കിയത്. ഞാൻ ആ കലാപബാധിത പ്രദേശങ്ങളിലെല്ലാം പോയതാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ഭരണാധികാരികളും ലോകം അറിയപ്പെടുന്ന വ്യക്തികളുമെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് നല്ലത് തന്നെ. പക്ഷെ അതേ തുടർന്ന് എന്തെങ്കിലും കുറവ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഈ ആക്രമണ പരമ്പരകൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തുമോ? നിങ്ങൾ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ഒരു രാഷ്ട്രത്തലവൻ മാത്രമല്ല മാർപ്പാപ്പ, അദ്ദേഹം കത്തോലിക്ക സമൂഹത്തിന്റെ തന്നെ പരമ ആചാര്യൻ കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹവുമായി നരേന്ദ്രമോദി നടത്തിയ ഈ കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്യുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെ നിൽക്കാം. പക്ഷെ അതേസമയം രാജ്യം ഭരിക്കുന്ന പാർട്ടി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുവരെ അനുവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്ര വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ? രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാകുമോ? ഇതാണ് നിരീക്ഷകരൊക്കെ ഉറ്റുനോക്കുന്നത്. അതിനി പ്രവർത്തിച്ചു തന്നെ കാണണം. അക്കാര്യത്തിൽ മാർപ്പാപ്പ എന്തായിരിക്കും ഭാവി അവസരങ്ങളിൽ നിലപാടുകൾ അറിയിക്കുക എന്നും കൂടിയാണ് അറിയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ AM ആരിഫ് MP, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ. ന്യൂസ് അവസാനിക്കുന്നു.